വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തമ്മിലുള്ളത്. അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 ഒക്ടോബർ 31 ആണോ എന്നുള്ളത്. ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യമുണ്ട്. ആദ്യത്തെ കാര്യം എക്സാം ഡിസിഷൻ ചെയ്യണം. ഒക്ടോബർ 15 ലാസ്റ്റ് ഡേറ്റ്, അതിൻ്റെ ഉള്ളിൽ ചെയ്യണം. അതുപോലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് സെപ്റ്റംബർ 30 കേട്ടോ. അപ്പോൾ കുറേ പേര് പറയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഒക്ടോബർ 31 ഉണ്ടല്ലോ ഒന്ന്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഒക്ടോബർ 31 മാത്രമല്ല, ചിലപ്പോൾ നവംബർ 30 ഉണ്ടാവും, ചിലപ്പോൾ ഡിസംബർ 31 ഉണ്ടാവും, അല്ലെങ്കിൽ ജാനുവരിയോ ഫെബ്രുവരിയോ മാർച്ചോ അല്ലെങ്കിൽ 2025 ജൂൺ വരെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് അന്ന് വരെ നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല, അത് അസൈൻമെൻറ്റ് വാലിഡിറ്റി പീരീഡാണ്. സോ അന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. അത് അസൈൻമെൻറ്റ് വാലിഡിറ്റി പീരീഡ് മാത്രമാണ്. സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഡിസംബർ എക്സാമിനേഷൻ്റെ സെപ്റ്റംബർ 30 ഈ ഡേറ്റ് ഇഗ്നോന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ അത് സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഒക്ടോബർ 1 or 2 ഒക്കെ ആയിട്ടാണ് ആ ഒരു അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഷൻ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30. അതെന്തായാലും ഒക്ടോബർ 31 എക്സ്റ്റെൻഡ് ചെയ്യും, അത് ഉറപ്പാണ്. അല്ലാതെ ഇപ്പോഴേ ഒക്ടോബർ 31 അല്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്നത് നമ്മുടെ സ്റ്റഡി സെൻറ്ററിലാണ്. നമ്മുടെ സ്റ്റഡി സെൻറ്റർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു റീജിയണൽ സെൻറ്ററും ഒരു സ്റ്റഡി സെൻറ്ററും വെച്ചിട്ടുണ്ടാവും. ആ ഒരു സ്റ്റഡി സെൻറ്ററിലാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ ഉണ്ടാവുക. എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് വേറെ എവിടെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഒരിക്കലും എക്സാം സെൻറ്ററിലല്ല അസൈൻമെൻറ്റ് വെക്കേണ്ടത്. എക്സാം സെൻറ്ററിൽ എക്സാം എഴുതാൻ ഉള്ള സ്ഥലം മാത്രമാണ്. അസൈൻമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ആക്കേണ്ടത് സ്റ്റഡി സെൻറ്ററിലാണ്. അപ്പോൾ ഈ സ്റ്റഡി സെൻറ്ററിൻ്റെ റൈറ്റ് ഉണ്ട് എപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് വാങ്ങാം എന്നുള്ളത്. ഇപ്പോൾ JDT ഒക്കെ എനിക്ക് തോന്നുന്നു അവർ ഒക്ടോബർ 15 തൊട്ടിട്ടോ അങ്ങനെ എന്താണ് അസൈൻമെൻറ്റ് വാങ്ങി തുടങ്ങുന്നുള്ളൂ. എന്നിട്ട് നവംബർ 15 വരെയോ അങ്ങനെ എന്തോ ഒരു ടൈമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സെപ്പറേറ്റ് ടൈമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിന് റൈറ്റ് ഉണ്ട് ഇത് എപ്പോൾ വാങ്ങാം എന്നുള്ളത്. കാരണം അവർ വാങ്ങിയിട്ട് അവരാണ് മാർക്കൊക്കെ ഇടുന്നത്, അപ്ലോഡ് ചെയ്യുന്നത് റീജിയൻ സെൻറ്റേഴ്സുമാണ്. അപ്പോൾ അവർക്ക് റൈറ്റ് ഉണ്ട് ഇത് എപ്പോൾ വാങ്ങാം എന്നുള്ളത്. അപ്പോൾ പല സ്റ്റഡി സെൻറ്റേഴ്സും അവർക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് ഫിക്സ് ചെയ്യും. അവരിപ്പോൾ യൂണിവേഴ്സിറ്റി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ആ ഡേറ്റിന് മാത്രമേ വാങ്ങുള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിലവിൽ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30. മാക്സിമം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നവംബർ 30 വരെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ JDTയിൽ ഇങ്ങനെ പറയും, അതായത് ഞങ്ങളൊരു ഒക്ടോബർ 1 തൊട്ടിട്ട് നവംബർ 15 വരെ വാങ്ങുള്ളൂ. അപ്പോൾ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് നവംബർ 30 ആണെങ്കിൽ പോലും അവിടെ കാര്യമില്ല, അവർ പറയുന്ന ഡേറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ്, ഒരു 90% സ്റ്റഡി സെൻറ്റേഴ്സും നമ്മുടെ ഇഗ്നോ ഒഫീഷ്യൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി റൂൾസ് ഫോളോ ചെയ്യുന്നവരാണ്. അതായത് ഇഗ്നോ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി സെൻറ്റേഴ്സിലും എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ നിലവിൽ സെപ്റ്റംബർ 30 ലാസ്റ്റ് ഡേറ്റ്. സെപ്റ്റംബർ 30 ഒക്ടോബർ 31 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റഡി സെൻറ്റർ ഫോളോ ചെയ്യും. പക്ഷെ അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ JDT അങ്ങനെ ചില സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ ആദ്യം കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടി, അവർ പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻഫോർമേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ ഇൻഫോർമേഷൻ ഫോളോ ചെയ്യുക. അതായത് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റുമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിലവിൽ ഇഗ്നോയുടെ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30. അതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഒക്ടോബർ 1 or 2 ഒക്കെ ആയിട്ടാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇനിയല്ല, നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേറ്റുമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ.